കാട്, കൊടുങ്കാട്, പണ്ടത്തെ കാട്. കാടിനെ വകഞ്ഞ് കളകളാരവത്തോടെ ഒഴുകുന്ന പുഴകൾ, കാട്ട് വിഭവങ്ങൾ കൊണ്ട് സസുഖം ജീവിക്കുന്ന കാട്ടുജാതിക്കാർ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു സന്ധ്യാവേള, ഭയാനകമായ അന്തരീക്ഷം. ആ കൊടുങ്കാട്ടിലെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ആരൊക്കെയോ നടന്നു നീങ്ങുന്നു. കല്ലും മുള്ളും നിറഞ്ഞൊര പാതയിൽ കല്ലിൽ മുങ്ങിയ ഒരരണ്യ വീതിയിൽ, കല്ലും മുള്ളും നിറഞ്ഞൊര പാതയിൽ കല്ലിൽ മുങ്ങിയ ഒരരണ്യ വീതിയിൽ വേർപ്പണിഞ്ഞും വിഘാതങ്ങൾ താണ്ടിയും വേഗമങ്ങനെ നീങ്ങുകയാണവർ. വേർപ്പണിഞ്ഞും വിഘാതങ്ങൾ താണ്ടി വേഗമങ്ങനെ നീങ്ങുകയാണവർ. 4-5 പേരടങ്ങിയ ഒരു കൊച്ചു സംഘം ആയുധധാരികളാണവർ. നായാട്ടുകാരല്ല. കത്തിച്ചു പിടിച്ച പന്തങ്ങളുമായി ഏതോ ലക്ഷ്യസ്ഥാനം തേടി അതിവേഗം നീങ്ങുകയാണവർ. അവർ ഒരു ഗുഹാതാവളത്തിന്റെ മുന്നിലെത്തി. കണ്ണോടിച്ചു, ആരെയും കാണുന്നില്ല. ഒടുവിൽ വിളിച്ചു, ഹേയ്, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ എന്ന്. പതുക്കെ, പച്ചവെള്ളത്തിൽ തീയരിക്കുന്നവനെന്നാ കേട്ടത്. പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ വല്ല കാക്കയോ മൂങ്ങയോ ആക്കി അങ്ങ് വിട്ടുകളയും. നീ പോടാ. അത്ര കേമനാണെങ്കിൽ അയാൾ എന്തിനാ ഈ കാട്ടിൽ വന്ന് താമസിക്കുന്നത്? നിർത്തോ, ആരോ വരുന്നുണ്ട്. കത്തിച്ചു പിടിച്ച പന്തവുമായി ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കൂടെ ഒരു കരിമാടിക്കുട്ടൻ പയ്യനും വില കുറഞ്ഞ മുത്തുമാലകളും ലോഹവളകളുമിട്ട ഒരു കറുത്ത സുന്ദരി, മലയന്റെ ഭാര്യ. കറുത്തവാവിൻ നിറമാണ്, കറുപ്പിനും ഏഴഴകാണ്. കറുത്തവാവിൻ നിറമാണ്, കറുപ്പിനും ഏഴഴകാണ്. അടിമുടി പൂത്തതുപോലാണ്, അവളോ കാടിൻ മകളാണ്. അടിമുടി പൂത്തതുപോലാണ്, അവളോ കാടിൻ മകളാണ്. ചിരിച്ചു നിന്നാൽ പൂവാണ്, അവൾ ചലിച്ചിടുമ്പോൾ കിളിയാണ്. ചിരിച്ചു നിന്നാൽ പൂവാണ്, അവൾ ചലിച്ചിടുമ്പോൾ കിളിയാണ്. മനസ്സു നിറയത്തേനാണ്, അവൾ മലയനോ പൂങ്കരളാണ്. മനസ്സു നിറയത്തേനാണ്, അവൾ മലയനോ പൂങ്കരളാണ്. ഏതാ, എന്താ? ആഗതരെ അത്ഭുതത്തോടെ നോക്കി പ്രാകൃത ഭാഷയിൽ അവൾ സംസാരിച്ചു. ഓ, ഞങ്ങൾ ഹസ്തിനപുരിയിൽ നിന്ന് വരികയാണ്. ദുര്യോധന മഹാരാജാവിന്റെ ദൂതന്മാർ. ഏനറിഞ്ഞില്ല, ഏതെനിച്ച് നായാട്ടുകാരാന്നാ തമ്പ്ര എന്നാ ചൊല്ലിവിട്ട്. മലയൻ ഉടൻ ഞങ്ങൾക്കൊപ്പം കൊട്ടാരത്തിൽ എത്തണമെന്ന് വിളിക്കോ, വേഗമാകട്ടെ. മലയത്തിയുടെ മുഖം മങ്ങി. മലയനെ ഇപ്പൊ കാണാതെ ഒക്കാദശമാ. എന്തുകൊണ്ട്? രാജകൽപ്പനയാണ്. തെരിയും, പക്ഷേങ്കില് മലയൻ എന്നൊരു പ്രത്യേക പൂജയിലാണ്. അതാണ് മണിക്കുട്ടനെ പോലും കാണാനൊക്കാത്തത്. ഇന്നേക്ക് 3 നാൾ കൂടി പോയി വിട്ടാൽ പൂജ മുടുത്തവൻ പുറത്തു വരും. അപ്പോഴേ തന്നെ അന്ത അരശാങ്കത്തിലേക്ക് ചൊല്ലിവിടാം. തീർന്നാൽ ഉടൻ പറഞ്ഞു വിടണം. അന്നോളം തോന്നാത്തൊരാപത്സംഗ അവളുടെ ഉള്ളിലായങ്കുരീതു. അന്നോളം തോന്നാത്തൊരാപത്സംഗ അവളുടെ ഉള്ളിലായങ്കുരീതു. മലയനെ കാണുവാൻ എന്തിനായി മന്നനി വീടത്തിലളേറ്റു. മലയനെ കാണുവാൻ എന്തിനായി മന്നനി വീടത്തിലളേറ്റു. മലയത്തിയുടെ സംശയം അതായിരുന്നു. അഹങ്കാരി എന്നും അതിനീചനെന്നും പേരുകേട്ടയാളാണ് ദുര്യോധനൻ. പതിവില്ലാതെ മലയനെ വിളിപ്പിച്ചിരിക്കുന്നു. ഏതായാലും ഈ വിളി അത്ര നല്ലതിനല്ല. പെട്ടെന്ന് മലയത്തി ഒരു കാര്യം ഓർത്തു. മലയൻ മാന്ത്രികനാണ്, മഹാമാന്ത്രികൻ. ആർക്കും വശമില്ലാത്ത
അത്യപൂർവവും അതുല്യവുമായ ഒരു വിദ്യ മലയന് വശമുണ്ട്, നിഴൽക്കുത്ത്. അതോർത്തപ്പോൾ മലയത്തി ഞെട്ടി. നിഴൽക്കുത്ത്. പഞ്ചപാണ്ഡവരെയും കൗരവരെയും കുറിച്ചുള്ള കഥയാണിതെങ്കിലും ഈ കഥ മഹാഭാരതത്തിലില്ല. മഹാഭാരതം പാട്ട് എന്ന പേരിൽ മലവർഗക്കാർക്കിടയിൽ പ്രചാരമുള്ള ഒരു നാടൻ പാട്ടുണ്ട്. ആ നാടൻ പാട്ടുകളെ ആസ്പദമാക്കി കഥകളി രൂപത്തിൽ പ്രചാരമുള്ള നിഴൽക്കുത്ത് കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. നിഴൽക്കുത്ത്. ഹസ്തിനപുരിയിലെ അരമന. അവിടെ അസ്വസ്ഥനായി ഉലാത്തുകയാണ് ദുര്യോധനൻ. തൊട്ടടുത്ത് മാതുലനും ഉപദേഷ്ടാവുമായ ശകുനിയുമുണ്ട്. ഈ ശകുനി ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ, അത്ര കുപ്രസിദ്ധനാണ്. മലയനെ കാണുവാൻ പോയ കൂട്ടർ മലയനില്ലാതെ മടങ്ങുകയാൽ, മലയനെ കാണുവാൻ പോയ കൂട്ടർ മലയനില്ലാതെ മടങ്ങുകയാൽ, മനസ്സിൽ പടർന്ന നിരാശയാലേ മന്നവനസ്തുതനായിരുന്നു, മനസ്സിൽ പടർന്ന നിരാശയാലേ മന്നവനസ്തുതനായിരുന്നു, മന്നവനസ്വസ്ഥനായിരുന്നു. മലയനെ കുറിച്ച് അവരാതിപ്പെടേണ്ട കാര്യമില്ല മഹാരാജാവേ. അവനിങ്ങെത്തും. അവന് മൃതഭംഗം സാധ്യമല്ല. അവൻ വരുന്നതിലല്ല, വന്നാലും അത് നടക്കുമോ എന്നതിലാണ് സംശയം. അക്കാര്യത്തിൽ മഹാരാജാവ് വ്യാകുലപ്പെടേണ്ട. അവൻ വിചാരിച്ചാൽ ഈശനെയും ഇന്ദ്രനെയും നിഴൽ കുത്തി കൊല്ലാൻ കഴിയും. സമാധാനമായിരിക്കൂ, മലയം വരും. ആരരാധികൾ ആയവരെ അവൻ ആവാഹിച്ചു വരുത്തും കളങ്ങളിൽ, ആരരാധികൾ ആയവരെ അവൻ ആവാഹിച്ചു വരുത്തും കളങ്ങളിൽ, ആ നിഴലുകൾ കുന്തമുനയാലെ ആഞ്ഞുകുത്തും അവൻ മന്ത്രശക്തിയ, ആ നിഴലുകൾ കുന്തമുനയാലെ ആഞ്ഞുകുത്തും അവൻ മന്ത്രശക്തിയ, കുന്തമേക്കുവോർ ശത്രു വീഴും നിഴൽ കുത്തതാണെന്നറിഞ്ഞിടും, കുന്തമേക്കുവോർ ശത്രു വീഴും നിഴൽ കുത്തതാണെന്നറിഞ്ഞിടും, ആരരാധികൾ ആയവരെ അവൻ ആവാഹിച്ചു വരുത്തും കളങ്ങളിൽ. 41 ദിവസത്തെ മലയൻ്റെ പ്രത്യേക വ്രതവും പൂജയും അവസാനിച്ചു. ഗുഹാതാവളത്തിലെ പൂജാമുറിയിൽ നിന്നും മലയൻ പുറത്തു വന്നു. മലയത്തീൻ ഏക മകൻ മണിക്കുട്ടനും പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു. അച്ഛാ, പൊന്നു മോനെ. മലയൻ മകനെ വാരിയെടുത്ത് ഒരു പിടി ഉമ്മകൾ നൽകി. മണിക്കുട്ടനെ ഉറക്കിയിട്ട് മലയത്തി മലയൻ്റെ അരികിൽ ചെന്നിരുന്നു. 1000 കൂട്ടങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നാട് വാഴുന്ന രാജാവ് മലയനെ വിളിക്കാൻ ആളയച്ച കാര്യമാണത്. കൽപ്പനയാണിത്, എത്രയും വേഗം പറയണം. ഏയ്, ഉറങ്ങിയോ? എന്താ? ദുര്യോധന തമ്പ്ര ആളയച്ചിരുന്നു. എവിടെ? എന്തിന്? നിങ്ങി കാണാൻ. എന്നിട്ട് എന്നാ ചെന്നു? പൂജയും തെണീറ്റാൽ ഉടൻ കൊട്ടാരത്തിൽ ചൊല്ലാൻ, തമ്പ്രാനെ മുഖം കാട്ടാൻ. ഒരു പിടി ചിന്തകൾ കരളിൽ ഉറഞ്ഞു തുള്ളുന്നു, ഒരു പിടി ചിന്തകൾ കരളിൽ ഉറഞ്ഞു തുള്ളുന്നു, പറവാനരുതാത്തേതോ ഭീതി നിറഞ്ഞു തുളുമ്പുന്നു, പറവാനരുതാത്തേതോ ഭീതി നിറഞ്ഞു തുളുമ്പുന്നു. മലയത്തി, പുലർച്ചെ പോകണം. എല്ലാം ഒരുക്ക്. യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു. മലയത്തി മലയന് കൊണ്ടുപോകാൻ ഭാണ്ഡം ഒരുക്കുന്ന ധൃതിയിലാണ്. ഒരു മുളന്തുണ്ടിൽ ചെറുതേൻ പകർന്നു, മറുമുളന്തുണ്ടിൽ പെരുന്തേൻ പകർന്നു, ഒരു മുളന്തുണ്ടിൽ ചെറുതേൻ പകർന്നു, മറുമുളന്തുണ്ടിൽ പെരുന്തേൻ പകർന്നു, ഒരു മറുനീളത്തിൽ മിനുമിനുത്ത കരിവീരൻ കൊമ്പെടുത്തു വെച്ചു, ഒരു മറുനീളത്തിൽ മിനുമിനുത്ത കരിവീരൻ കൊമ്പെടുത്തു വെച്ചു. നീലമയിലിൻ്റെ പീലി കെട്ടി പുലിയുടെ
പല്ലൊരു ജോടി കെട്ടി നിലമയിലിൻ്റെ പീലി കെട്ടി പുലിയുടെ പല്ലൊരു ജോടി കെട്ടി മാന്തോലൊരെണ്ണം ചുരുട്ടി വെച്ചു മലയെത്തി പാണ്ഡം മുറുക്കി വെച്ചു മാന്തോലൊരെണ്ണം ചുരുട്ടി വെച്ചു മലയെത്തി പാണ്ഡം മുറുക്കി വെച്ചു. കൊട്ടാരത്തിൽ എത്തണമെങ്കിൽ 7 ദിവസത്തെ വഴി ദൂരമുണ്ട്. മലയൻ പാണ്ഡുവുമെടുത്ത് യാത്രയായി. പ്രിയപ്പെട്ടവൻ യാത്രയ്ക്കൊരുങ്ങിയത് കൊണ്ടാവാം അവളുടെ കരിമിഴികൾ സജലങ്ങളായി. എന്താ മലയെത്തി മുഖത്തൊരു വാട്ടം? ചുമ്മാ പോയി വരും. മലയൻ പെട്ടെന്ന് ഇറങ്ങി നടന്നു. ഉടൻ തന്നെ ഒരു ചുഴലിക്കാറ്റ് വീശി. മരങ്ങൾ പിടിച്ചു വീണു. ആകെ ദുശകനങ്ങൾ. അവൾ പ്രാർത്ഥിച്ചു, മലങ്കോട്ടിൽ വാഴണ ദൈവങ്ങളെ, മലയരെ കാക്കണ ദൈവങ്ങളെ, മലങ്കോട്ടിൽ വാഴണ ദൈവങ്ങളെ, മലയരെ കാക്കണ ദൈവങ്ങളെ, അടിയന്റെ മലയന് തുണ പോകണേ, ആപത്തു കൂടാതെ കാത്തിടണേ, അടിയന്റെ മലയന് തുണ പോകണേ, ആപത്തു കൂടാതെ കാത്തിടണേ, ആപത്തു കൂടാതെ കാത്തിടണേ. 7 ദിവസത്തെ വഴി ദൂരം നടന്ന് മലയൻ കൊട്ടാരത്തിലെത്തി. ഷെടാ, ഈ മലയൻ എവിടെ പോയി? യവനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ദുര്യോധനൻ മലയന്റെ ശക്തി പരീക്ഷിച്ചറിയാൻ വേണ്ടി പ്രത്യേകം വാതുക്കൽ കാവൽ നിർത്തിയിരുന്ന സുശർമാവ് അക്ഷമനായി സ്വയം പിറുപിറുക്കുകയാണ്. അല്ല, അതാ ആരാ വരുന്നത്? അത് അവനാണ്, അവൻ തന്നെ, സംശയമില്ല. കരിമലയുടെ തുണ്ടു കണക്കെ, കരിങ്കാറിൻ പാളി കണക്കെ, കരിമലയുടെ തുണ്ടു കണക്കെ, കരിങ്കാറിൻ പാളി കണക്കെ, കൂരിരുളിൻ ഇതളു കണക്കെ, വരവായി ഭാരതമലയൻ, കൂരിരുളിൻ ഇതളു കണക്കെ, വരവായി ഭാരതമലയൻ. മലയൻ അടുത്തെത്തി. കാവൽ നിൽക്കുന്ന സുശർമാവിനെ കണ്ടതായി പോലും ഭാവിക്കാതെ മലയൻ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. സുശർമാവ് കോപത്തോട് വഴി തടഞ്ഞു. അനുവാദം പോലും ചോദിക്കാതെ അകത്ത് കടക്കാനാണോടാ ഭാവം? കാട്ടൂരങ്ങെ, തലയിടിച്ച് ഞാൻ ചമ്മന്തിയാക്കും. എടാ കളവാ! കള്ളനല്ല, തമ്പ്രം കൽപ്പിച്ചിട്ട് വന്ന മാന്ത്രികനാണ് ഭാരതമലയൻ. എന്ത് മാന്ത്രികനാടാ നീ? ചേനും ചെലുവത്തോ ഇല്ലാത്ത കാടൻ, അങ്ങാണ്ട് കിടന്ന കാടൻ, മാന്ത്രികൻ പോലും. ഓടാ, ഒടിയോ! അറിയുകയില്ലെന്നോ എന്നെ നിങ്ങൾ കരുതുമ്പോൾ ഞാനൊരു കള്ളനല്ല, അറിയുകയില്ലെന്നോ എന്നെ നിങ്ങൾ കരുതുമ്പോൾ ഞാനൊരു കള്ളനല്ല. നമ്പ്യാദേവിമാർ 7 വിഴികളെ കൊന്നവൻ ഞാൻ, നിഴൽ കുത്തി. പിന്നെയുമുണ്ട് പറയുവാൻ എത്രയോ മന്നരുഞ്ചത്തന്റെ കയ്യാൽ, പിന്നെയുമുണ്ട് പറയുവാൻ എത്രയോ മന്നരുഞ്ചത്തന്റെ കയ്യാൽ. മാന്ത്രികനായിട്ടും എന്നെ തടയി, മാനക്കേടായതു മാറും, മാനക്കേടായതു മാറും. നീ അത്ര കേമനോ? എന്നാലതൊന്ന് കാണട്ടടാ. സുശർമാവ് മലയന്റെ നാഭിക്ക് ആനൊരു ചവിട്ട് കൊടുത്തു. മലയൻ ചലിച്ചില്ല. കാല് പൊക്കിയ സുശർമാവ് മൂടിടിച്ച് തറയിൽ വീണു. കാവൽക്കാരൻ ചിരിക്കുകയാണ്. ചാടി എണീറ്റ് പിന്നെയും ഇടിക്കാൻ കഴിയുമെങ്ങി. മലയൻ തന്റെ വിരൽ ചൂണ്ടി. മലയൻ തന്റെ വിരൽ ചലിപ്പിക്കുന്നതിനനുസരിച്ച് സുശർമാവ് പാവ പോലെ ചലിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് ഇതെല്ലാം വീക്ഷിച്ചിരുന്ന ദുര്യോധനൻ ശകുനിയെ നോക്കി സന്തോഷപൂർവ്വം പറഞ്ഞു, മാമാ, മലയന് സമർത്ഥൻ തന്നെ, അവനത് കഴിയും, അവനത് കഴിയും. കരുതിയതെല്ലാവും കാഴ്ചവച്ചു, തിരുമുന്നിൽ മലയൻ
ഇതെല്ലാവും കാഴ്ച വച്ചു തിരുമുന്നിൽ മലയൻ കുലപതി സന്തോഷം കോടവനെ നറുപുഞ്ചിരിയാൽ അനുഗ്രഹിച്ചു. മലയൻ ദുര്യോധന സന്നിധിയിൽ കാഴ്ച സമർപ്പിച്ചു നിന്നു. എന്താ മലയാ, മലമക്കൾക്കെല്ലാം സൗഖ്യം തന്നെയല്ലേ? അന്നേ അമ്പ്ര, നാം വരുത്തിയത് എന്തിനാണെന്നറിയാമോ? കൽപ്പിച്ചാട്ടെ അമ്പ്ര, എന്തിനും ഏതിനും അടിയൻ തയ്യാറാണ്. നാം അതീവ സന്തുഷ്ടനാമലയാ. നിന്റെ രാജഭക്തി നമ്മെ കോരിത്തെരിപ്പിക്കുന്നു. മലയന്റെ സഹായം നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. അതിനു മുമ്പ് എനിക്ക് വാക്ക് തരണം, അതായത് പ്രതിജ്ഞ ചെയ്യണം. ആകെ മതിമറന്ന മലയൻ കേൾക്കാത്ത താമസം പ്രതിജ്ഞ ചെയ്തു. മലവാഴും ദൈവങ്ങളാണ്, മണിക്കുട്ടനാണ്, മണ്ണാണ്, ഉദിച്ചു നിൽക്കും സൂര്യനാണ്. മലയനാൽ ആവുന്നതൊക്കെ ചെയ്യാം, ചെയ്യാം, സത്യം, ഇത് സത്യം, സത്യം. ശകുനിയും ദുര്യോധൻ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. പിന്നെ താമസിച്ചില്ല. നീ പാണ്ഡവരെ കുറിച്ച് കേട്ടില്ലേ? ആ കള്ളകൃഷ്ണനെ കൂട്ടുപിടിച്ച സൂത്രത്തിൽ നമ്മുടെ പകുതി രാജ്യം കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അച്ഛന്റെ പേരിൽ ഞാൻ ആണയിടുന്നു, പകുതി രാജ്യം ഞാൻ നിനക്ക് തരാം. നീ പാണ്ഡവരെ നിഴൽ കുത്തി കൊല്ലണം. അരുത്, അടിയനോട് അങ്ങനെ കൽപ്പിക്കരുത്. അടിയനെ മാപ്പ് തരൂ. മലയാ, നീ എന്തു പറഞ്ഞു? നീ വാക്ക് പാലിച്ചില്ലെങ്കിൽ നിന്റെ നാവ് ഞാൻ പിഴുതറിയും. മറ്റെന്ത് വേണമെങ്കിലും അടിയൻ ചെയ്യാം. എഴുന്നേക്കട. ദുര്യോധന്റെ ഭാവം മാറി. വലത് കൈ ഉടവാളിൽ. നിന്നെ ഞാൻ വേണ്ട അമ്പ്ര, ഞാൻ നടത്താം. പക്ഷെ അതിന് ചില ഒരുക്കങ്ങൾ വേണം. അതിനാണോ ഇവിടെ പഞ്ഞം? നിനക്ക് എന്തൊക്കെ ഒരുക്കാ വേണ്ടുന്നത് പറയൂ. നിന്റെ നിഴൽക്കുത്ത് നടക്കട്ടെ. എന്നാൽ തമ്പ്രാൻ കൽപ്പിച്ചു കേട്ടാലും ഇത്രയും ഒരുക്കുകൾ വേണം. അർക്കൻ വിളക്കായി വേണം മുന്നിൽ, അമ്പിളി വട്ടക വേണം. അർക്കൻ വിളക്കായി വേണം മുന്നിൽ, അമ്പിളി വട്ടക വേണം. ദീപത്തിൻ ചാരത്ത് വെക്കാനിന്ന് മുഴക്കീരിട്ടു തരേണം. ദീപത്തിൻ ചാരത്ത് വെക്കാനിന്ന് മുഴക്കീരിട്ടു തരേണം. ആന തന്നുട്ടയും വേണം, രാമാഭരണങ്ങൾ 5 തരേണം. മണ്ണു കുഴച്ച പിരിച്ച കയർ 90 മാറോളം വേണം. എണ്ണ നീലാവിന്റെ കിളുന്നും ഒപ്പം ഇരുട്ടിന്റെ നെറ്റും തരേണം. എണ്ണ നീലാവിന്റെ നെറ്റും ഒപ്പം ഇരുട്ടിന്റെ നെറ്റും തരേണം. ഇനിയുമുണ്ട് ഒന്നുകൂടി. കേൾക്കട്ടെ. പിന്നെ കുരുതിക്കളം തന്നിലിറത്തിയിടുവാൻ കന്യക ദിശലേ നോമ്പ് നിർത്തണം. എന്ത് പറഞ്ഞതാ? ഒക്കാത്തതൊക്കെ പറഞ്ഞിട്ടും ഞാൻ കേട്ടു നിന്നു. കുരുതിക്കളത്തിലേക്ക് എന്റെ ഏക സഹോദരിയെ തന്നെ വേണം. ഇല്ലയോടാ? വേണ്ട, കുത്തി നടത്തണ്ട തിക്കാരി. നിന്നെ ഞാൻ. ദുര്യോധനൻ വാളുമായി മലയന്റെ നേരെ ചാടി വീണു. ശകുനി പറഞ്ഞില്ലായിരുന്നെങ്കിൽ മലയന്റെ തല താഴെ വീണേനെ. വേണ്ട അമ്പ്ര, അടിയൻ ഇതൊന്നുമില്ലാതെ നിഴൽക്കുത്ത് നടക്കുകയാണ്. ശകുനിയും ദുര്യോധനും തൊട്ടടുത്ത് തന്നെയുണ്ട്. മന്ത്രോച്ചാരണം. മലയൻ കളത്തിൽ മുന്നിൽ നിന്ന് ഉരുവിടുകയാണ്. ഓം ഖണ്ഡായ നേത്രായ ഉഗ്രരൂപായ ജ്വാലായ പ്രാണപ്രതിഷ്ഠായ പഞ്ചഭൂതായ ഓം സ്വാഹ ഓം സ്വാഹ ഓം സ്വാഹ. പാണ്ഡവരെ ഓരോരുത്തരെയും മലയൻ ആവാഹിച്ച് വരുത്തുകയാണ്. നിഴലുകൾ ഒന്നൊന്നായി അഞ്ജനത്തിൽ തെളിഞ്ഞു വരികയാണ്. ധർമ്മപുത്രർ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവരെ നിഴൽക്കുത്തി നടത്തി കൊന്നു. മലയം പോയിട്ട് ദിവസങ്ങൾ പലത് കഴിഞ്ഞു. മലയത്തിക്ക് ഉത്കണ്ഠയാണ്. മണിക്കുട്ടൻ അച്ഛനെ കാണണം. അവനോട് പറഞ്ഞു കുഴഞ്ഞു. അന്നും പതുപോലെ മലയനെയും കാത്ത് പാറപ്പുറത്ത് അവർ ഇരിക്കുകയാണ്. അമ്മയും മോനും. അമ്മേ, അച്ഛ വന്നേ.
അച്ഛാ വന്നതാ. മോന്റെ ശബ്ദം കേട്ട് മലയത്തി തിരിഞ്ഞു നോക്കി. നേരാണ്, മലയൻ വരുന്നുണ്ട്. അച്ഛാ, പൊന്നു മോനെ. മലയൻ ചുറ്റിപ്പിടിച്ചു. അയാൾ നിർവികാരനായി നിന്നു. ശില പോലങ്ങനെ നിന്നു, ശില പോലങ്ങനെ നിന്നു മലയൻ നിശ്ചലനായി. ശില പോലങ്ങനെ നിന്നു മലയൻ നിശ്ചലനായി. ഉക്കടമാമൊരു ദുഃഖം മുരുകി ഉറഞ്ഞതുപോലെ, ഉക്കടമാമൊരു ദുഃഖം മുരുകി ഉറഞ്ഞതുപോലെ ശില പോലങ്ങനെ നിന്നു. വസ്ത്രപുരിയിൽ നിന്നത്തെ മലയൻ കുളിച്ചില്ല, ആഹാരം കഴിച്ചില്ല, മകനോടോ ഭാര്യയോടോ മനസ്സ് തുറന്നൊന്നും സംസാരിച്ചില്ല. ഒരേ ഒരു ഇരിപ്പാണ്. മലയത്തി എല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഏയ്, എന്താ മുഖത്തിനൊരു വാട്ടം? ഒന്നുമില്ല, നിങ്ങൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഉണ്ട്. അല്ലെങ്കിൽ തലതല്ലി ചാവും. അടിയൻ ഒരു കടുങ്കീഴ് ചെയ്തു. മലയത്തി, എന്നതാ? കാട്ടിൽ വെച്ച് ഒരു പൊയ്കക്കരയിലേൻ കണ്ടു ഒരു കരുണിയോടൊത്തഞ്ചു മക്കൾ. ഒരു പൊയ്കക്കരയിലേൻ കണ്ടു ഒരു മലയനോടൊത്തഞ്ചു മക്കൾ. ഒരു രസം തോന്നിട്ടു ഞാനും അപ്പം ഒടി വിദ്യമൊന്നങ്ങു ചെയ്തു. ഒരു രസം തോന്നിട്ടു ഞാനും അപ്പം ഒടി വിദ്യമൊന്നങ്ങു ചെയ്തു. മരണപ്പെട്ടുടനെ പതിച്ചു പാവം കരുണിതൻ കുട്ടികളെങ്കും. ഒരു പൊയ്കക്കരയിലെ കണ്ടു ഒരു കരുണിയോടൊത്തഞ്ചു മക്കൾ. മക്കൾ അഞ്ചും ഭരിച്ച ആ തള്ളമകന്റെ ദുഃഖം ഞാൻ കണ്ടു. മലയത്തി, പറയാ, സത്യം പറയൂ. നിങ്ങൾ എന്നെ പാണ്ഡവരെ നിഴൽ കുത്തി കൊന്നോ? എന്നെ തപ്രാക്കളെ കൊന്നോ? മലയന്റെ മുടിക്ക് പിടിച്ചുകൊണ്ട് അവൾ അലറുകയാണ്. സത്യം പറ, അല്ലെങ്കിൽ ഈ മലവെള്ളത്തിൽ ചാടി ചാവും. ശരിയാണ്, നിഴൽ കുത്തി പാണ്ഡവരെ ഞാൻ കൊന്നു. അപ്പോൾ നീ അത് ചെയ്തു. മക്കൾ നഷ്ടപ്പെട്ടാലത്തെ ദുഃഖം എന്താണെന്ന് നിനക്ക് അറിയാമോ? ഏം കാട്ടിത്തരാം. അവൾ അരുവിക്കരയിൽ കളിച്ചുകൊണ്ടിരുന്ന മണിക്കുട്ടിനെ കയറി പിടിച്ചു. അവൾ ആ കുഞ്ഞിനെ വലിച്ചു നിലത്തിട്ടു. മലയത്തി, നമ്മുടെ കുഞ്ഞ് മണിക്കുട്ടൻ മിണ്ടിപ്പോവര്. പ്രേതം ബാധിച്ചവളെ പോലെ മകന്റെ കാലിൽ പിടിച്ച് വലിച്ചു കീറി. അമ്മേ! അവൾ ആ കുഞ്ഞിനെ കഷണങ്ങളാക്കി. മലയൻ മുഖം കുത്തി നിലവിളിച്ചു. അവൾ ഒട്ടഹസിച്ചു. അതിവേഗതയിൽ കാട്ടിലോട് ഓടി മറഞ്ഞു. മനസ്സിന്റെ സമനില തിരിച്ചു കിട്ടിയ മലയൻ മകന്റെ ശവശരീരത്തിന്റെ സമീപത്തേക്ക് ചെന്നു. ആ ശരീരഭാഗങ്ങൾ ഒന്നിച്ച് ചേർത്ത് വെച്ചു പൊട്ടിക്കരഞ്ഞു. താൻ ചെയ്ത തെറ്റിന് എന്റെ പൊന്നുമകൻ ശിക്ഷിക്കപ്പെട്ടു. ആ ശരീരഭാഗങ്ങൾ വേർപെടാതെ മടിയിൽ ചേർത്ത് വെച്ചു. നിറഞ്ഞ കണ്ണുകളോടതു കണ്ടു നിശബ്ദോടെ. നിറഞ്ഞ കണ്ണുകളോടതു കണ്ടു നിശബ്ദോടെ. ഒരു ചെറുതെറ്റും ചെയ്തില്ലേനും കുരുതിയോടുത്തു നിന്നെ, കുരുതി കൊടുത്തു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പാഞ്ഞു ചെന്ന മലയത്തി കടിഞ്ഞാണിട്ടതുപോലെ അങ്ങ് നിന്നുപോയി. താൻ കാണുന്നത് സത്യമാണോ? പാണ്ഡവരും കുന്തിയും കൃഷ്ണനും കുശലം പറഞ്ഞ് രസിക്കുന്നു. മലയൻ പാണ്ഡവരെ നിഴൽക്കുത്തി കൊന്നെങ്കിലും കൃഷ്ണൻ അവരെ വീണ്ടും ജീവിപ്പിച്ചു. താൻ കൊന്ന തന്റെ മകനെ ആര് ജീവിപ്പിക്കും? മോനെ മണിക്കുട്ടാ! അവൾ നിലത്ത് വീണ് ഉരുളുകയാണ്.